അടുത്തൊരു മീൻ വറുത്തതാണ്. അപ്പോൾ ചേട്ടൻ ചോദിക്കും, മീൻ വറുത്തൊക്കെ എന്തെങ്കിലും ഇത്ര കാണിക്കും, ഞങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾ അത് പറയുന്നതിന് മുമ്പ് ഈ കൂട്ട് ഒന്ന് പരീക്ഷിച്ചു. ഇതിൽ ഞാൻ ഉണക്കമുളക്, 5-6 ഉണക്കമുളക്, അതുപോലെ കടുക്, ഉലുവ, കടുക് 1 സ്പൂൺ, ഉലുവ ഒരു 1/4 സ്പൂൺ ഉലുവ, ഒരു 5-6 മണി കുരുമുളക്, ഇത്രയും സാധനം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കണം. അതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർക്കാം. അധികം വെള്ളം ചേർക്കണ്ട, കൂടുതൽ വെള്ളം ചേർത്താലും കുഴപ്പമില്ല. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഒരു കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ടത് മീനിൻ്റെ മുകളിൽ പുരട്ടുക. നിങ്ങൾക്ക് മീൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട. മീൻ വേണമെങ്കിൽ അപ്പം തന്നെ വറക്കാം, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യാം. രണ്ടായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണക്കമുളക്, കടുക്, ഉലുവ, കുരുമുളക്, ഇത്രയും സാധനം വെള്ളത്തിലിട്ട് വയ്ക്കുക. തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് വയ്ക്കുക, വൈകുന്നേരം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഉപ്പ്, ഇത്രയും ചേർക്കാം. ഇതിന് കൂടെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആവാം. അത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരയ്ക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കാം. അധികം വെള്ളം ചേർക്കണ്ട. എന്നിട്ട് മീനിൽ പിടിപ്പിക്കാം. ഞാനത് അരച്ചിട്ട്. അപ്പോൾ നമുക്ക് മീൻ വറക്കാം. മീൻ വറക്കാനായിട്ട് ഒരു ഗ്രിൽ പാൻ ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഗ്രിൽ പാൻ കുറച്ച് കാലമായി ഉപയോഗിക്കുന്നു. കുറച്ച് കാലമായി എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്രിൽ പാനാണ്. എനിക്ക് ശരിക്കും കാശ് മുതലായ ഗ്രിൽ പാൻ. നമ്മൾ മീൻ വറക്കുന്നതിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സാധാരണ പോലെ മീൻ എണ്ണയിലൊന്നല്ല വറക്കുന്നത്, പകരം മീനോട് വെണ്ണയിലാണ്. ബട്ടർ നമ്മുടെ ഈ അമൂലിൻ്റെയൊക്കെ കഷ്ണമായിട്ട് കിട്ടും. ആ ബട്ടർ ഒരെണ്ണം അങ്ങനെ തന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നു. അതൊന്ന് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് പരന്ന് എത്താം. പരന്ന് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ മസാലയൊക്കെ പറ്റി വെച്ചിട്ടുള്ള മീൻ എടുത്ത് വയ്ക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേര എന്ന് പറഞ്ഞൊരു മീനാണ്. ഇത് നമ്മുടെ ട്യൂണയുടെയൊക്കെ ഫാമിലിയിൽപ്പെട്ടിട്ടുള്ളൊരു മീനാണ്. ഇത് ഉപയോഗിക്കാൻ കാരണം പ്രധാനമായിട്ടുള്ള ഇതൊരു അല്പം ദശക്കട്ടിയുള്ള മീനാണ്. പെട്ടെന്ന് പൊടിഞ്ഞു പോവില്ല. അതൊന്ന്. രണ്ടാമത്തത് ഇത് വില കുറവാണ്. ഒരു 160-120 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 കിലോ ക്യാര, നല്ല വലിയ ക്യാരൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് കുറച്ച് വില കൊടുക്കും. 250 അടുത്തേക്ക് എത്തും. അത് മാത്രം. മീനൊന്ന് വറുത്ത്. അപ്പോൾ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരു സംശയമുണ്ടാകുന്ന ഒരു കാര്യമാണ്, മീൻ എപ്പോൾ മറച്ചിടണം എന്ന്. മറച്ചിടാറായോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാവും. ഇത് സ്ഥിതി ചെയ്ത് കാണാം, മീനിൻ്റെ ഒരു സൈഡിലെ മുഴുവൻ ഒരു വെള്ള നിറത്തിലൊരു വട്ടം വന്നിട്ട് കാണാം കേട്ടോ. സൈഡൊക്കെ വെള്ളം നിറഞ്ഞു. അതിനർത്ഥം ഇത് മറച്ചിടാറായി എന്നാണ്. ഒരു ടീ സ്പൂൺ ഉപയോഗിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ സ്പൂണാണ് ഉപയോഗിക്കുകയെങ്കിൽ സ്പൂണ് ഉപയോഗിക്കാം.
മറിച്ചിടുക. മറിച്ചിട്ട് മുകളിലൊക്കെ വരും. മറിച്ചിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ മീൻ മുളക് കംപ്ലീറ്റ്. ഓക്കെ.